ഹരിയാനയിൽ വ്യാപക വോട്ട് കൊള്ള നടന്നു എന്നുള്ള ആരോപണത്തിൽ രാഹുൽ ഗാന്ധിക്ക് ഹരിയാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നോട്ടീസ്. രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങളിൽ രേഖാമൂലം പരാതി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ കത്തയച്ചിരിക്കുന്നത്. ഇന്നലെയായിരുന്നു ഹരിയാന തെരഞ്ഞെടുപ്പിൽ വൻ അട്ടിമറി നടന്നിട്ടുണ്ട് എന്നുള്ള ഓപ്പറേഷൻ സർക്കാർ ചോരി ആരോപണവുമായി രാഹുൽ ഗാന്ധി എത്തിയിട്ടുണ്ടായിരുന്നത്. 25 ലക്ഷം കള്ള വോട്ടുകൾ ഹരിയാനയിൽ നടന്നുവെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നത്. ബീഹാറിൽ ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന ഘട്ടത്തിലായിരുന്നു ഇന്നലെ നിർണായകമായ വാർത്താ സമ്മേളനം നടത്തി രാഹുൽ ഗാന്ധിയുടെ പുതിയ ആരോപണങ്ങൾ. 8ൽ 1 വോട്ടുകളും ഹരിയാനയിൽ വ്യാജം എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നത്. ഒരു സ്ത്രീയുടെ ഫോട്ടോ വെച്ച് തന്നെ 223 തവണ വോട്ട് ചെയ്തുവെന്നും രാഹുൽ ഗാന്ധി ചില തെളിവുകൾ അടക്കം പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ മണിക്കൂറുകൾക്കുള്ളിൽ ഇതിലെ ചില ആളുകൾ തങ്ങൾ ഒറിജിനലാണ് എന്ന് വെളിപ്പെടുത്തി രംഗത്ത് വരികയായിരുന്നു. കള്ളവോട്ട് ആരോപണം നിഷേധിച്ചുകൊണ്ട് ഹരിയാന വോട്ടറായ സ്ത്രീയാണ് രംഗത്ത് വന്നിരുന്നത്. ബ്രസീലിയൻ മോഡലിന്റെ ചിത്രം പതിച്ച ഇലക്ട്രൽ കാർഡുള്ള പിങ്കി ജുഗീന്ദർ കൗശിക്കാണ് ആരോപണം നിഷേധിച്ച് രംഗത്ത് ആദ്യമെത്തിയത്. തൻ്റെ വോട്ട് താൻ തന്നെയാണ് ചെയ്തത് എന്നും വോട്ട് കൊള്ള എന്ന ആരോപണം അടിസ്ഥാനരഹിതമാണ് എന്നും പിങ്കി ദേശീയ മാധ്യമത്തോട് പ്രതികരിക്കുകയായിരുന്നു. വോട്ടർ പട്ടികയിൽ ബ്രസീലിയൻ മോഡലിന്റെ ചിത്രം വന്നത് എങ്ങനെയെന്ന് തനിക്ക് അറിയില്ല എന്നും അവർ പ്രതികരിച്ചു. ബ്രസീലിയൻ മോഡലിന്റെ ചിത്രം പട്ടികയിലുള്ള മറ്റു 3 പേരും വോട്ട് ചെയ്തിട്ടുണ്ട്. വോട്ടിംഗ് പട്ടികയിൽ കൃത്രിമം നടന്നതായി ആരോപിച്ച് രാഹുൽ ഗാന്ധി വീണ്ടും രംഗത്ത് വരികയായിരുന്നു. ഹരിയാനയിലെയാണ് വോട്ടിംഗ് പട്ടികയിൽ 25 ലക്ഷത്തിലധികം വ്യാജ വോട്ടർമാരുണ്ട് എന്ന് രാഹുൽ ഗാന്ധി അവകാശപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഹരിയാനയിലെ ഒരു ബ്രസീലിയൻ മോഡൽ 22 തവണ ഈ വോട്ട് ചെയ്തു എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നാലെ രാഹുൽ ഗാന്ധി പുറത്തുവിട്ട ചിത്രത്തിന് പിന്നിലായി മുഴുവൻ ആളുകളും. നിരവധി പേരാണ് ഈ മോഡലിനെ തിരഞ്ഞ് എത്തിയിട്ടുണ്ടായിരുന്നത്. ഹരിയാനയിലെ വോട്ടിംഗ് പട്ടികയിൽ ഈ മോഡലിൻ്റെ പേര് എങ്ങനെ വന്നു, ഈ മോഡൽ ആരാണ് ഈ സ്ത്രീ, എന്താണ് അവരുടെ പേര്, എവിടെ നിന്നാണ് അവർ വരുന്നത്, ആർക്കും അറിയില്ല. എന്നാൽ അവർ ഹരിയാനയിൽ 10 വ്യത്യസ്ത ബൂത്തുകളിലായി 22 തവണ വോട്ട് ചെയ്തിട്ടുണ്ട്. അവർക്ക് സീമ, സ്വീറ്റി, സരസ്വതി, രശ്മി, വിൽമ എന്നിങ്ങനെ പേരുകളുണ്ട് എന്ന് രാഹുൽ പറയുകയായിരുന്നു. ഹരിയാനയിലെ 10ലധികം പോളിംഗ് സ്റ്റേഷനുകളിൽ ഈ ഒരേ മുഖം വ്യത്യസ്ത പേരുകളിൽ വോട്ട് ചെയ്തുവെന്നും ഇതൊരു സാധാരണ വോട്ടറല്ല, അവർ ഒരു ബ്രസീലിയൻ മോഡലാണ് എന്ന് രാഹുൽ അവകാശപ്പെട്ടുവെങ്കിലും ഫോട്ടോ എടുത്തത് ഒരു ബ്രസീലിയൻ ഫോട്ടോഗ്രാഫറാണ് എന്നുള്ളതാണ് സത്യം. ഈ സ്ത്രീയുടെ ഐഡൻറ്റിറ്റി ഇപ്പോഴും രഹസ്യമായി തുടരുകയാണ്. മത്തേവൂസ് ഫെരേരോ എന്ന ഫോട്ടോഗ്രാഫറാണ് 2017 ഈ മോഡലിൻ്റെ ഫോട്ടോ എടുത്തിരുന്നത്. രാഹുൽ ഗാന്ധി കാണിച്ച അതേ ചിത്രം ഫോട്ടോഗ്രാഫറുടെ പോർട്ട്ഫോളിയോയിലും കാണാൻ സാധിക്കും. മോഡലിൻ്റെ പേര് ഫോട്ടോയിൽ എഴുതിയിട്ടില്ലായിരുന്നു. ഫോട്ടോഗ്രാഫർ മത്തേവൂസ് ഫെരേരോ എടുത്ത ഫോട്ടോകൾ അൺസ്പ്ലാഷ് അല്ലെങ്കിൽ പെക്സൽസ് പോലുള്ള റോയൽറ്റി രഹിത വെബ്സൈറ്റുകളിലും ഇൻ്റർനെറ്റിലും എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയുന്നതാണ്. അതായത് രാഹുൽ ഗാന്ധി തൻ്റെ അവതരണത്തിൽ കാണിച്ച ഫോട്ടോ ഒരു സ്റ്റോക്ക് ഫോട്ടോ മോഡലായിരുന്നു. ആർക്കും സൗജന്യമായിട്ട് ഉപയോഗിക്കാം. ഇമേജ് ഹോസ്റ്റിംഗ് പ്ലാറ്റ്ഫോമായ അൺസ്പ്ലാഷിൽ 2017 ഫെരേരോ എടുത്ത ഇതേ മോഡലിൻ്റെ 2 ചിത്രങ്ങളുണ്ട്. ഒന്ന് ഹരിയാന വോട്ടർ ഐഡികളിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ച ഫോട്ടോയാണ്.